കേരളം ഇനി ആര് ഭരിക്കും? നാളെയാണ് ആ നിർണായക ദിനം. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് UDF തരംഗമുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെയും ലീഗ് നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം. അവർ ആ അവകാശവാദം ശക്തമായി ഉന്നയിക്കുക തന്നെ ചെയ്യുന്നു. എന്നാൽ BJP ചിലയിടങ്ങളിൽ താമര വിരിയും എന്ന് വ്യക്തമാക്കുന്നു. ചെറിയ ഭൂരിപക്ഷത്തോടെയെങ്കിലും തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിയുമെന്നാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. ഏതായാലും ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പൊതുവേദി അവസാന റൗണ്ട് ആകാംക്ഷയുടെ മുൾമുനയിലാണ്. അവസാന റൗണ്ടിൽ ആര് ജയിക്കും എന്ന ഒരു കണക്കുകൂട്ടലാണ് നമ്മൾ ഇന്ന് പൊതുവേദിയിൽ നടത്തുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യ കോളർ പീതാംബരൻ പള്ളുരുത്തിയിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നു. പീതാംബരൻ, ഈ സംസ്ഥാനത്ത് LDF തരംഗമുണ്ടോ UDF തരംഗമുണ്ടോ? ഒരു തരംഗവും ഇല്ല. ഒരു തരംഗവും ഇല്ല. കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം തന്നെ ഇത്തവണ LDFന് കിട്ടും. 99 സീറ്റും LDF പിടിച്ചിരിക്കും. അത് ജനങ്ങളുടെ വികാരമാണ്. വലിയ വലിയ ആളുകളുടെ റിസർവ് ഒന്നുമല്ല, സാധാരണ ജനങ്ങളുടെ സർവേ. ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പീതാംബരൻ, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കാണുമ്പോൾ ഞാൻ ഈ കാര്യം ചോദിക്കും. ഗോപകുമാർ പാലക്കാട് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ഗോപകുമാർ പറഞ്ഞ കണക്കൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ വലിയൊരു നേട്ടം, 2ാം സ്ഥാനത്ത് വരും ഷൊർണൂരിൽ എന്ന് ഗോപകുമാർ പറഞ്ഞു. BJP സംസ്ഥാനത്ത് പലയിടത്തും താമര വിരിയുമെന്ന് പറഞ്ഞു. ആ പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ? നമസ്കാരം മനു സാർ. നമസ്കാരം. ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും മാറിയിട്ടില്ല. കറക്റ്റായിട്ട് അത് ഷൊർണൂർ നിയോജകമണ്ഡലത്തില് ശങ്കുട്ടി ദാസ് ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഒന്നുകൂടി പറഞ്ഞേ. ഷൊർണൂർ നിയോജകമണ്ഡലത്തിലെ ശങ്കുട്ടി ദാസ് സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി ജയിച്ചാൽ പോലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ആ ജാതി വർക്കാണ്. അത്തരം ഹാർഡായിട്ടുള്ള വർക്ക് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ശരി, അപ്പൊ ഞാനിത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. BJP വലിയ നേട്ടം സംസ്ഥാനത്ത് ഉണ്ടാക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാനത്ത് ഒട്ടാകെ നോക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടം, ഒത്തിരി നേട്ടം. അതായത് 0-ൽ ഇരുന്ന് ഞങ്ങൾ 5 സീറ്റ് വന്നാൽ പോലും ഞങ്ങൾക്ക് വലിയൊരു നേട്ടമായി തന്നെ കണക്കാക്കാൻ. അപ്പൊ നോക്കാം, ഞാൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞാൻ നിങ്ങളെയും വിളിക്കും. മഹി എന്നോടൊപ്പം ചേരുന്നു. മഹി കിള്ളിപ്പാലം. മഹി LDF കാരനാണ്. ഈ UDF തരംഗമൊന്നും മഹി വിശ്വസിക്കുന്നില്ല അല്ലേ ശ്രീ മഹി? ഒരിക്കലില്ല. വരും. ഒരു സംശയമില്ല. എത്ര സീറ്റ് കിട്ടും? എത്ര സീറ്റ് കിട്ടും? സീറ്റ് 87 കിട്ടിയ സീറ്റ് കിട്ടി. 80 സീറ്റ് കിട്ടും. 80. ശരി, 87 കിട്ടിയ സീറ്റ് 80. ആ സീറ്റ്. ഓക്കെ. ശ്രീ മിനി ടീച്ചർ എന്നോടൊപ്പം ചേരുന്നു, മാവേലിക്കരുന്ന്. ശ്രീ മിനി ടീച്ചർ, സംസ്ഥാനത്ത് വലിയൊരു UDF തരംഗമുണ്ടെന്ന അവകാശവാദത്തെ ടീച്ചർ എങ്ങനെ കാണുന്നു? ഹലോ സാറേ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ടീച്ചറായിട്ട്. UDF തരംഗം നമ്മളീ ഇങ്ങനെ പറയുന്നു, പക്ഷെ എങ്കിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി അരുൺകുമാർ. ഞങ്ങൾ മാവേലിക്കര നിയോജക മണ്ഡലമാണ്. അരുൺകുമാർ സൂപ്പറായിട്ട് ജയിക്കും. ഞാൻ എന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരിയല്ല. പിന്നെ കേരളത്തെ താമര വിരിയും. ഹലോ, കേൾക്കുന്നു. പിന്നെ UDFനും കുറച്ച് സീറ്റൊക്കെ കിട്ടുമായിരിക്കും സാറേ. എന്തായാലും നമ്മൾ ഈ മാവേലിക്കരക്കാർക്ക് അരുൺകുമാറാണ് അവരുടെ MLA. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആൾ. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കത്തില്ല. എല്ലാ കാര്യത്തിനും നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു ആളാണ്. അപ്പൊ അദ്ദേഹം ജയിക്കുമെന്നുള്ളത് ഇതേ അഭിപ്രായമാണോ അനഘയ്ക്കും ടീച്ചർ ഭർത്താവിനും ഒക്കെ ഉള്ളത്? ഞങ്ങൾക്ക് മൊത്തത്തിലേ സാറേ. നമുക്ക് അതെ, തീർച്ചയായിട്ടും. ശരി, അപ്പൊ നോക്കാം. അപ്പൊ വിജയകുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാറിന്റെ ടെലിഫോൺ ലൈനിൽ എന്തോ. സുബ്രഹ്മണ്യൻ എന്നോടൊപ്പം ചേരുന്നു, പെരുമ്പാവൂർ. സുബ്രഹ്മണ്യൻ, നമുക്കിന്ന് സമയം കുറവായതുകൊണ്ടാണ് അങ്ങോട്ട് കുറച്ചു നേരം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു ശ്രീ സുബ്രഹ്മണ്യൻ? മനസ്സാറേ, വേറെ കാര്യം. അപ്പൊ ഈ ഇലക്ഷന്റെ തിരക്കൊക്കെ കഴിയുമ്പോ പെരുമ്പാവൂർക്ക് വരണം. വരും. പെരുമ്പാവൂർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആ വഴി പോകും. പെരുമ്പാവൂര് എന്ന് പറഞ്ഞാൽ ആതിഥ്യ മര്യാദ ഉള്ള ഒരു നാടാണ്. ഏറ്റവും കൂടുതൽ അതിഥി തൊഴിലാളികൾ ജീവിക്കുന്ന സ്ഥലമാണ്. ബീഹാറിൽ നിന്ന് ഒരുപാട് ബംഗാളികൾ വന്നിട്ടുണ്ട്. ബീഹാറിൽ നിന്ന് ബീഹാറികളായിരിക്കും വന്നിട്ടുണ്ടാവും അല്ലേ? ബംഗാളിൽ നിന്നല്ലേ ബംഗാളികൾ വരുന്നുണ്ട്. ശരി, അപ്പൊ ഏതായാലും നമ്മുടെ ശ്രീ സുബ്രഹ്മണ്യൻ പെരുമ്പാവൂർ എന്ത് വിശ്വസിക്കുന്നു? ഏത് മണ്ഡലത്തിൽ നിന്ന് ആര് ജയിക്കും? ഒരു തരംഗമില്ല. ശരി, പകുതി. ശരി, ഓക്കെ. 6 സീറ്റ് BJPക്ക്, 6 സീറ്റ്.
6 BJP. ഞാൻ ഇതൊക്കെ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്, നേരത്തെ എഴുതി വെച്ചതാണ്. നാളെ ഈ സമയത്ത് സുബ്രഹ്മണ്യം പറഞ്ഞ് നടന്നു, പകുതി തൂക്ക് മന്ത്രിസഭ വരും. ശരി, അപ്പൊ സൂപ്പി ഉണ്ട് എന്നോടൊപ്പം വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, നമസ്കാരം. നമസ്കാരം. സൂപ്പി, എന്റെ അഭിപ്രായത്തില് പിന്നെ LDF തന്നെ വരും. ഇവിടെ വയനാട്ടില് OR കേളുവാണ് നമ്മൾ മാനന്തവാടി നിയോജകമണ്ഡലത്തിൽ. അതൊരു 7 വോട്ടിന് ജയിക്കും. ശരി. ബിനു നാവായിക്കുളത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബിനുവിന്റെ പ്രതീക്ഷ എന്താ? ബിനു, ഏതാണ്ട് 100 സീറ്റ് UDF ജയിക്കും, അധികാരത്തിൽ വരും. 100 സീറ്റ്. അപ്പൊ സംസ്ഥാനത്ത് UDF തരംഗം ഉണ്ടെന്നാണ് ബിനു പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. നോക്കാം. അപ്പൊ നമുക്ക് അങ്ങനെയാണ് വലിയ അവകാശവാദം നടക്കുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളൊന്നും അങ്ങനെ പ്രവചിച്ചില്ല എന്നുള്ളതുകൊണ്ട് ചില ആളുകൾ അങ്ങനെ ഇതാക്കി നിൽക്കുന്നു. അപ്പൊ നോക്കാം നമുക്ക് ബിനു എന്താ സംഭവിക്കുന്നത്. ബിനുവിന്റെ മണ്ഡലത്തിൽ ആരാ ജയിക്കുന്നത്? വർക്കല കഹാർ ജയിക്കുമെന്നാണ് പറയുന്നല്ലേ? ഓക്കെ, നമ്മുടെ സൂരജ് ചേരുന്നുണ്ട് എന്നോടൊപ്പം മല്ലപ്പള്ളിയിൽ നിന്ന്. സൂരജിന്റെ ഒരു പ്രതീക്ഷ എന്താ സൂരജ്? ഹലോ, നമസ്തേ. നമസ്കാരം. സാറേ, നമ്മുടെ മല്ലപ്പള്ളിയാണ്, നമ്മുടെ തിരുവല്ല മണ്ഡലമാണ്. അനൂപ് ആന്റണി നല്ല വിജയം നേടുമെന്നാണ് പറയണത്. അനൂപ് ആന്റണി ജയിക്കും. കഴിഞ്ഞ തവണ നിങ്ങൾ അവിടെ 3ാം സ്ഥാനത്തായിരുന്നു BJP അല്ലേ? അതെ, പക്ഷെ ഇപ്പൊ കുറെ മാറ്റങ്ങൾ പ്രധാനമന്ത്രി വന്നു, അനൂപ് ആന്റണിയെ പ്രശംസിച്ചു. അപ്പൊ അതൊക്കെ ഒരു നേട്ടമാകുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. കാരണം മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം അതിനുവേണ്ടിയാണ് പ്രധാനമന്ത്രി തിരുവല്ല വന്ന അതിനു വേണ്ടിയിട്ടാണ്. കാരണം അനൂപ് ആന്റണി വിജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 100% മാറ്റങ്ങൾ ഉണ്ടാവും. ഒരുപാട് വ്യത്യാസം 5 വർഷം കൊണ്ടുണ്ടാവും. ഒരു മാറ്റം കൊണ്ടുവന്നില്ലേ? അത് നമ്മളിപ്പോ ആധികാരമായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം ജനങ്ങൾക്കറിയാം, ജനങ്ങളാണ് അത് വിലയിരുത്തുന്നത്, ജനങ്ങൾക്ക് നല്ലതായിട്ട് അറിയാം. ശരി, അപ്പൊ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ എന്നോടൊപ്പം അനഘ ചേരുന്നുണ്ട് മാവേലിക്കരയിൽ നിന്ന്. അനഘ, അരുൺകുമാർ ജയിക്കുമെന്ന് അമ്മ പറയുന്നത് ശരിയാണോ അനഘ? വ്യക്തിയാണ്. അപ്പം മുത്താരയും അത്യാവശ്യം നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. അജിമോനും നല്ലൊരു കാൻഡിഡേറ്റ് ആണ്. പക്ഷെ ഇപ്പം UDF തരംഗം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടെങ്കിലും മാവേലിക്കര അത് അത്ര വരും തോന്നുന്നില്ല. കാരണം ഇപ്പം നമ്മുടെ നേരത്തെ MLA രാജേഷ് ചേട്ടനെ പോലെ തന്നെ അരുണേട്ടനും അത്യാവശ്യം നല്ല രീതിയിൽ വ്യക്തിപരമായ വോട്ടുകൾ കിട്ടുന്ന ഒരു വ്യക്തിയാണ്. UDF തരംഗം ഉണ്ടോ നമുക്ക് നാളെ അറിയാം. കാരണം എക്സിറ്റ് പോൾ ഒരിക്കലും ഒരു എക്സാക്ട് പോൾ അല്ല. പക്ഷെ നമുക്കിപ്പം പല ഈ പറഞ്ഞ പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്ന അതേ എക്സാക്ട് കാര്യം നമുക്ക് ഈ പറഞ്ഞ അസംബ്ലി ഇലക്ഷന് വരണമെന്നില്ല. പലപ്പോഴും ഇലക്ഷൻ വരുമ്പം ചിഹ്നം നോക്കി കുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം നമുക്ക് നാളെ ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ ഇത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. തീർച്ചയായിട്ടും. എല്ലാ പാർട്ടിക്കാർക്കും ഒരു എന്താണ് ഒരു പെട്ടെന്ന് ജയിച്ചു കയറാൻ പറ്റുന്ന ഒരു ആയിരിക്കത്തില്ല കേരളം. പിന്നെ BJPക്കും അവരുടേതായ ഇമ്പ്രൂവ്മെന്റ് അവരുണ്ടാക്കണം. കാരണം അതുപോലെ അവരും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. 3 പാർട്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് നാളെ നോക്കാം. ശരി, ഓക്കെ. അപ്പൊ എന്നോടൊപ്പം നളിൻ കെ ചേരുന്നുണ്ട്. വിജയ് ഭവ എന്ന് പറയുന്നത് UDF-കാരോട് വിജയ് ഭവ. അപ്പോൾ സെബാസ്റ്റ്യന് പക്ഷേ പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല വിജയ് ഭവ. അപ്പോൾ സെബാസ്റ്റ്യനോട് നളിൻ പറയുന്നത് സെബാസ്റ്റ്യൻ ആരാണ്? മാത്രമല്ല സെബാസ്റ്റ്യൻ ആരാണ്? എനിക്കിഷ്ടമുള്ള ആളുടെ പേര് പറയും, അതിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നു. ഷിജു എന്നോട് നമസ്കാരം എന്ന് പറയുന്നു. നാളെ മനുവിന് ഒന്നും റെസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയുന്നു. നാളെ റെസ്റ്റ് വേണ്ട, നമുക്ക് ആഞ്ഞു പിടിക്കേണ്ടതുണ്ട്. ഒപ്പം പ്ലീസ് ടേക്ക് പ്രോപ്പർ മെഡിക്കേഷൻ ബിഫോർ റെസ്റ്റ്ലെസ് ഷിഫ്റ്റ്സ് എന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. അപ്പോൾ ഗോമാതാജി എന്നോട് ഒപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നു. വെർ ദർ ഈസ് നോ അനാലിസിസ് ഓഫ് എ ഹങ് അസംബ്ലി ആൻഡ് ഹോസ്റ്റ് ട്രേഡിംഗ് ലൈക്ക് മഹാരാഷ്ട്ര. Why there is no analysis of a hung assembly and horse trading like Maharashtra എന്നാണ് ചോദിക്കുന്നത്. ഹങ് അസംബ്ലി ആരും പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. BJP ചില ആളുകൾ ഇവിടെ ഒരു ഹങ് അസംബ്ലി ഉണ്ടാകും എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുരളീധരൻ നായർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇനി വെറും 16 മണിക്കൂർ, അത് കഴിഞ്ഞാൽ പറയാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ശ്രീ മുരളീധരൻ നായരുടെ പ്രഡിക്ഷൻ, മുരളീധരൻ നായർ ഇത്തരം അനാലിസിസ് ഒക്കെ നടത്തുന്നതിൽ ഒരു കേമനാണെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്താ പ്രഡിക്ഷനും കൂടി നമുക്ക് അറിയണ്ടേ? ഓക്കെ, അപ്പോൾ ആരും കണക്ക് കൂട്ടിയിട്ട് കാര്യമില്ല. നാളെ 9 മണിക്ക് ഫലം അറിയാമെന്ന് പ്രമോദ് നാണു പറയുന്നുണ്ട്. പക്ഷേ പ്രമോദ് നാണു നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. BJPക്ക് എത്ര സീറ്റ് കിട്ടുമെന്നൊക്കെ പ്രമോദ് നാണു പറഞ്ഞ് കൃത്യം ഓർമ്മയുണ്ട്. അപ്പോൾ ശശിധരൻ പിള്ളை പറയുന്നു പീതാംബരൻ്റെ കണക്ക് ലേശം കൂടിപ്പോയി എന്നാണ് പറയുന്നത്. അതൊന്ന് കുറയ്ക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുര്യൻ തോമസ് എന്നോട് പറയുന്നു ആരായാലും നന്നായി ഭരിച്ചാൽ മതി എന്ന് പറയുന്നു. പ്രദീപ് കുമാർ പറയുന്നു ഗുഡ് ഈവനിങ് മിസ്റ്റർ മനു, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. യെസ്, ഐ ആം ഡൂയിങ് റിയലി വെൽ.
അപ്പോൾ പ്രദീപ് കുമാർ പറയുന്നു UDF 93 സീറ്റിൽ ജയിക്കും എന്ന് പറയുന്നു. LDFന് 33 സീറ്റാണ് പറയുന്നത്. BJPക്ക് 14 എന്ന് പറയുന്നുണ്ട്. നോക്കാം എന്താണ് സംഭവിക്കുക എന്ന്. അതോടൊപ്പം തന്നെ ശിവദാസൻ നായർ എന്നോട് പറയുന്നു, റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ പിണറായി ഭരണം വീണ്ടും വരരുത് എന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അല്ലെങ്കിൽ വീണ്ടും നന്നായി ഭരണമാണ് കേരളത്തിൽ വരുന്നതെങ്കിൽ അത് BJPയുടെ കഴിവ് കൊണ്ട് തന്നെ ആകും എന്ന് പറയുന്നു. ഹായ് മനു എന്ന് എന്നോട് കിഷോർ കോന്നി പറയുന്നുണ്ട്. മിനി ടീച്ചർ LDFൻ്റെ അല്ല, പക്ഷേ അഭിപ്രായങ്ങൾ കേട്ടിട്ട് മറിച്ചാണ് തോന്നുന്നതെന്ന് പറയുന്നു. എന്നോട് ജയകുമാർ ചേർന്നിട്ടുണ്ട്. താമര പോയിട്ട് ഒരു ആമ്പൽ പോലും കേരളം എന്ന കുളത്തിൽ വിരിയില്ല എന്നാണ് നമ്മുടെ ജയകുമാർ പറയുന്നത്. അപ്പോൾ UDFന് ജയകുമാർ 87 സീറ്റാണ് പ്രവചിക്കുന്നത്. അപ്പോൾ 87 സീറ്റ് ജയകുമാർ UDFന് പറയുന്നു. പ്രമോദ് നാണ് പറയുന്നു, BJPക്കാർ ഇന്നേ പടക്കം വാങ്ങി വെച്ചു, ബംഗാൾ, ആസാം, പോണ്ടിച്ചേരി ഒക്കെ പറയാം. ഞാൻ പറഞ്ഞില്ലേ, പ്രമോദ് നാണ് നേരത്തെ എന്നോട് പറഞ്ഞ BJPക്ക് 10 സീറ്റ് കിട്ടും എന്ന്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗോമാതാജി എൻ്റെ എഴുതി വയ്ക്കൂ, BJP 15 എന്ന്. അപ്പോൾ ഗോമാതാജിയുടെയൊക്കെ ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും അതിൻ്റെ ഇത് നൽകണം. അപ്പോൾ കൂടുതൽ പ്രേക്ഷകർ നമ്മളോടൊപ്പം ടെലിഫോണിലുണ്ട്. അഖിൽ കുന്നത്തുനാടെന്ന് വിളിക്കുന്നു. അഖിലേ, ഈ കുന്നത്തുനാടിൽ അട്ടിമറി എന്തെങ്കിലും ഉണ്ടാവുമോ അഖിലേ? ഒരു അട്ടിമറിക്കും സാധ്യത കാണുന്നില്ല. LDF വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നാണ് ഈ നമ്മുടെ 2020 ഒന്നും ഇല്ലേ അഖിലേ? ഇല്ല, 2020 ചക്ക വീണ് 2 കഷ്ണമായിട്ട് പോകും, ചിന്ന ഭിന്നമായിട്ട് പോകും. ചക്ക വീണ മുയൽ ചാവില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. LDFന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെഴുത്തായിരിക്കും ഉണ്ടാവുക. ഞാൻ വലിയ ഭൂരിപക്ഷം പ്രവചിക്കുന്നില്ല, എങ്കിൽ പോലും ഒരു നേരിയ മാർജിനിൽ അഡ്വക്കേറ്റ് PV ശ്രീനിജൻ അവിടെ വിജയിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. മാത്രമല്ല സാർ, ഒരു കാര്യം കൂടി, സംസ്ഥാനത്ത് ഒരു തരംഗം ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും ഒരു ചെറിയ എഡ്ജിലാണെങ്കിലും ഈ ഭരണം തുടരുമെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഓക്കെ, ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഉമേഷ് എന്നോടൊപ്പം കോഴിക്കോട് നേരത്തെ. ഉമേഷ് UDFകാരനാണ്. അപ്പോൾ ശ്രീ ഉമേഷ് വൻ തരംഗം ഉണ്ടാവുന്നത് തന്നെയാണ് പറഞ്ഞത് അല്ലേ? അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സറേ, നമസ്കാരം. എന്ത് തന്നെയാലും UDF തരംഗം ഇവിടെ ഉണ്ടാവും. ഈ ചെറിയ എഡ്ജില് എന്ന് പറയുന്നത് തന്നെ ഒരു വിശ്വാസമില്ലായ്മ. അതായത് അവർക്കറിയാം അവര് തകർന്നു. ഈ ഏകാധിപത്യ ഭരണം ഇവിടെ അവസാനിച്ചു, ജനാധിപത്യ സംവിധാനം ഇവിടെ കേരളത്തിൽ വീണ്ടും വരുന്നു. അത് തന്നെയാണ് പറയുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. അപ്പോൾ എന്നോടൊപ്പം ഡേവിഡ് വിജയ് ജാംനഗറിൽ നിന്ന് ചേർന്നുണ്ട്. ശ്രീ ഡേവിഡ് വിജയ്, ചുരുങ്ങിയ വാക്കുകളിൽ. എന്തോ ഇപ്പം എനിക്കും അതേ അഭിപ്രായം തന്നെ. തരംഗമൊന്നുമില്ല. ഒരു നേരിയ ഭൂരിപക്ഷത്തിന് UDF വല്ലതും നിൽക്കുമായിരിക്കും, അത്ര തന്നെ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ പക്ഷെ BJP ഒരു നിർണായക ശക്തിയായിട്ട് വരും. ഒരു താമര എത്ര സീറ്റ് കിട്ടുമെന്ന് പ്രഡിക്ഷൻ? എനിക്കൊരു 20-ന് മീതെ അവർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതായിട്ട് എന്റെ കാൽക്കുലേഷൻ കാണുന്നത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം 2020 അതിനോടൊപ്പം ചേർന്നില്ലേ? 2020 BJP രണ്ടായിട്ടാണ് മത്സരിച്ചിരുന്നത്. അപ്പൊ 2020 അത് രണ്ടും കൂടി വെച്ച് നോക്കുമ്പോൾ നല്ലൊരു നേട്ടം ഉണ്ടാവും. ശരി, നമുക്ക് നോക്കാം. ബാക്കിയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര വലിയൊരു ഭരണവിരുദ്ധ വിചാരം UDF തരംഗമൊന്നും കാണുന്നില്ല. കാരണം അവര് തന്നെ തമ്മിൽ തല്ലിപ്പത്തെ അത് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വളരെ വൈകിയില്ലേ? ശരി, വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം എബി ചേരുന്നുണ്ട്, കോട്ടയത്ത്. എബി, പെട്ടെന്ന് പറഞ്ഞോ. ഇവിടെ തരംഗമൊന്നും UDFന് ഉണ്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മറ്റൊരു കാര്യം, ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ദൃശ്യമാധ്യമങ്ങളെ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ കരുതുന്നത് നാളെ കഴിഞ്ഞോ ഈ ആഴ്ച എങ്ങാൻ 1 ഇലക്ഷൻ കൂടെ ഒന്ന് ഡിക്ലെയർ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവരുടെ ഈ തമ്മിലടി കണ്ടിട്ട് ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ആകെ പ്രശ്നങ്ങളാണ്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വോട്ട് ചെയ്തതിന് ഒരു തരംഗം ഉണ്ടെന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരു വലിയ മാറ്റം വരാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഡിക്ലറേഷൻ വന്നാൽ. മറ്റൊന്ന്, ഇവിടെ BJPക്ക് 1 സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല. വട്ടപൂജ്യമായിരിക്കും, വട്ടപൂജ്യം. ഒരു സീറ്റും കിട്ടില്ല. ഒരു സീറ്റും കിട്ടില്ല. അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ്. CPM ഉള്ളത്രയും കാലം BJPക്ക് സീറ്റ് കിട്ടത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് അത് സാധിച്ചു ഇല്ലേ? അങ്ങേര് ചെയ്തു. അത് നമുക്ക് നോക്കാം. സമയമില്ലാത്തതുകൊണ്ടാണ്. ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീരാജൻ തൃശ്ശൂർ നിന്നാണോ? ശ്രീരാജൻ തിരുവല്ല. നമസ്തേ സാർ. നമസ്കാരം. 75 സീറ്റ് കിട്ടും കോൺഗ്രസിന്. UDFന്. BJPക്ക് ഒരു 14 സീറ്റ്, ബാക്കി കമ്മ്യൂണിസ്റ്റിന്.
4 എല്ലാവരും BJPക്ക് വലിയ സീറ്റാണല്ലോ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ LDFന് ബാക്കി സീറ്റുകൾ കിട്ടും അല്ലേ? ശരി, നോക്കാം ഞാൻ. അപ്പോൾ ഇതൊന്ന് കഴിയട്ടെ, നമുക്ക് അതിൻ്റെ കണക്കുകൾ എടുക്കാം. അപ്പോൾ ശരി, വളരെ വ്യക്തമാണ്. ശശിധരൻ പിള്ള എന്നോടൊപ്പം ചേർന്നുണ്ട്. പ്രമോദ് BJPക്കാർ പടക്കം വാങ്ങി വെച്ച കാര്യം പറയുന്നുണ്ട്. ഗോമാതാജിയുടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് BJPക്ക് 15 + 5, അപ്പോൾ 20 ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായും LDF അധികാരത്തിൽ വരും. ആണോ UDF ആണോ എന്ന് നാളെ പറയാം. അപ്പോൾ ഒരു DF വരും. ഏത് DF ആണെന്ന് ഇപ്പോൾ ശശിധരൻ പിള്ളയ്ക്ക് അറിയില്ല. ഏതായാലും LDFന് 89 സീറ്റുകൾ കിട്ടും എന്ന് എന്നോട് സനോജ് PM പറയുന്നുണ്ട്. ഓക്കെ. ഗോളാന്തരം പറയുന്നത് നമസ്കാരം എന്ന് പറയുന്നു. ഓക്കെ. താമര വിരിയില്ല എന്നൊക്കെ തീർത്ത് പറയരുത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമ്മുടെ കൃഷ്ണൻകുട്ടി വന്നിട്ടുണ്ട്. AK കൃഷ്ണൻകുട്ടി. മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ 180 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യൻ സ്ഥാനം അതിദയനീയമാണ്. 157 ഇതാണ് BJP ഭരണത്തിൻ്റെ ബാക്കി പത്രം. അത്തരം ഭരണം കേരളത്തിൽ വേണമെന്നും LDF വരട്ടെ എന്നുമാണ് AK കൃഷ്ണൻകുട്ടി നമ്മളോട് പറയുന്നത്. ഇന്ന് കൃഷ്ണൻകുട്ടി അത് പറയുമ്പോൾ ഇന്ന് മാധ്യമ സ്വാതന്ത്ര്യ ദിനം കൂടിയാണ് എന്ന് കൂടി അങ്ങ് ഓർക്കണം. ഇന്ന് ആഗോളതലത്തിൽ മാധ്യമ സ്വാതന്ത്ര്യ ദിനമായി എല്ലാവരും മാധ്യമപ്രവർത്തകർ ആഘോഷിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇവിടെ സ്വാതന്ത്ര്യമില്ലെന്നാണ് AK കൃഷ്ണൻകുട്ടി പറയുന്നത്. ശിവൻകുട്ടി CR എന്നോട് പറയുന്നത് 2021 UDF തരംഗമായിരുന്നു, ഫലം വന്നപ്പോഴെന്തായി? ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ശിവൻകുട്ടി CR അത് വിശ്വസിക്കുന്നില്ല. അഭിജിത്ത് പറയുന്നു, ഹായ് മനുവേട്ട, സുഖമാണോ എന്ന് പറയുന്നു. അപ്പോൾ ഇത്തവണ UDFന് 85-ലധികം സീറ്റുകൾ കിട്ടും എന്ന് എന്നോട് അഭിജിത്ത് പറയുന്നുണ്ട്. അഭിജിത്ത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്ക് വെള്ള ഹൃദയങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അഭിജിത്തിൻ്റെ കാൽക്കുലേഷൻ അതാണ്. ഇപ്പം ഞാനത് വെച്ച് നോക്കുന്നുണ്ട്. സദാശിവൻ നായർ പറയുന്നു, ഞാൻ മനുവിൻ്റെ വലിയൊരു ആരാധകനായതുകൊണ്ട് താങ്കൾ എൻ്റെ പേര് എപ്പോഴും തെറ്റിയാണ് പറയുന്നത് എന്ന് പറയുന്നു. അത് സാരമില്ല, എൻ്റെ കമൻ്റാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. അത് സദാശിവൻ നായർ എന്നല്ലേ പേര്? അപ്പോൾ ഞാൻ അതാണ് വായിക്കുന്നത്. അതിലെന്താ തെറ്റിയതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഇഷ്ടക്കാരനാണ്. നല്ല കൃത്യമായ കമൻറ്റുകളൊക്കെ ഇടുന്ന ആളാണ്. ഞാനതിൽ എവിടെയാണ് തെറ്റി വായിച്ചതെന്ന് എനിക്കറിയില്ല. സദാശിവൻ നായരാണ് കമൻ്റ് ഇടുന്നത്. ക്യാപ്ചേർഡ് മൊമെൻറ്റ്സ് പറയുന്നു LDF 68, UDF 65, BJP 7 എന്ന്. ഓക്കെ. റോയ്ച്ചൻ എന്നോട് പറയുന്നു 100+ എന്ന് പറയുന്നു. ബിനുകുമാർ പറയുന്നു വിരുദ്ധ വികാരമുണ്ട്, തോൽക്കുമെന്ന മന്ത്രിമാരുടെ എണ്ണത്തിലൂടെ അത് മനസ്സിലാക്കാം എന്ന് പറയുന്നു. നാളെ തലയിൽ മുണ്ടിട്ടോടാൻ മണിമല തയ്യാറായിക്കോളൂ എന്നാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നത്. അങ്ങനെ ഓടാൻ്റെ ഗതികേട് അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തോറ്റാലും അത് ഒരു കാര്യമല്ല, ജയിച്ചാലും അതല്ല. ജനങ്ങളുമായുള്ള ഒരു സേവന മനോഭാവമാണ് രാഷ്ട്രീയക്കാരന് പ്രധാനമായി വേണ്ടതെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് മണിമല. അതുകൊണ്ട് തോൽക്കലോ ജയിക്കലോ അല്ല, ജനസേവനമാണ് രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര. പ്രദീപ് കുമാർ, താങ്ക്സ് മിസ്റ്റർ മനു എന്ന് എന്നോട് പറയുന്നുണ്ട്. സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു, BJP വിൽ വിൻ സം സീറ്റ്സ് എന്ന് പറയുന്നുണ്ട്. നിതിൻ നാരായണൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ജാൻസുഡി എന്നോട് പറയുന്നു ഉമ്മൻചാണ്ടി പകരം VD സതീശൻ മാത്രം. VD സതീശൻ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് പറയുന്നു. നിതിൻ എന്നോട് ഹായ് എന്ന് പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല കോമ്രേഡ് പിണറായി വിജയൻ ഓർ രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെ നമ്മുടെ ശ്രീനാഥ് പറയുന്നുണ്ട്. ആയത്തുള്ള ഖുമേനി എന്നോട് പറയുന്നത് 73 സീറ്റ് കിട്ടി LDF തുടരും എന്നാണ് പറയുന്നത്. ഈ ആയത്തുള്ള ഖുമേനിയൊക്കെ നമ്മുടെ ന്യൂസ് 18 പൊതുവേദി കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ തന്നെ വലിയ സന്തോഷം. അപ്പോൾ ഇദ്ദേഹം എവിടെ ഇരുന്നാണ് ഇത് കാണുന്നത് എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. താമര വിരിയില്ല ചേട്ടാ എന്ന് എന്നോട് സജീഷ് വണ്ടാനം പറയുന്നു. സജീഷ് വടമോൻ പറയുന്നു താമര വിരിയില്ല എന്ന് പറഞ്ഞവർക്ക് നാളെ തിരുത്തേണ്ടി വരും. അത് ശരി, താമര വിരിയില്ല എന്ന് പറഞ്ഞവർക്ക് തിരുത്തേണ്ടി വരും എന്നാണ് സജീഷ് വടമോൻ എന്നോട് പറയുന്നത്. സദാശിവൻ നായർ എന്ന് പറയുന്നു. ഇന്നും കൂടാതെ പലപ്പോഴും സദാശിവൻ നായർ എന്നതിന് പകരം ശശിധരൻ നായർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സദാശിവൻ നായർ വെരി വെരി സോറി. കാരണം എൻ്റെ മനസ്സിൽ നമ്മുടെ ശശിധരൻ പിള്ളയുണ്ട്. അദ്ദേഹം എപ്പോഴും നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. അത് ഏതായാലും എന്നോട് ദയവായി ക്ഷമിക്കണം. അപ്പം ഞാൻ ആ വാർത്തകളിലേക്കൊക്കെ വരാം. എനിക്ക് കൂടുതൽ പ്രേക്ഷകർ പ്രദീപുണ്ട് കൂത്തുപറമ്പിൽ നിന്ന്. പ്രദീപ്, സജീവ് ചുരുങ്ങിയ വാക്കുകളിൽ. സജീവ് ചുരുങ്ങിയ വാക്കുകളിൽ എത്ര സീറ്റ് ആർക്ക് കിട്ടും? UDF അധികാരത്തിൽ വരും. ഓക്കെ, UDF അധികാരത്തിൽ വരും. ശരി, ഞാൻ നോക്കാം. അപ്പൊ സീറ്റ് എത്രയെന്ന് അറിയില്ല. BJP അട്ടിമറി വിജയിച്ചാല് നമ്മൾ കാണും പോലെ ഈ നിയമം കഴക്കൂട്ട് അങ്ങനെയല്ല. ഒരുപക്ഷെ തൃശ്ശൂരായിരിക്കാം. അത് ശരി. BJP വേറെ എവിടെയെങ്കിലും ജയിക്കും, നോക്കാം നമുക്ക്. ഓക്കെ, പാലക്കാട്
പാലക്കാടോ തൃശ്ശൂരോ എവിടെ ജയിക്കാം, നിയമം കഴക്കൂട്ടത്ത് തന്നെ ആവണമെന്നില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. അപ്പോൾ ശരി, ഇന്ന് ലേശം തിരക്കുള്ള ദിവസമായതുകൊണ്ടാണ് നമുക്ക് വീണ്ടും സംസാരിക്കാൻ. സന്തോഷ് പറയുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാലും ആ സർക്കാരിന് ആയുസ് 12 മാസം മാത്രമേ ഉണ്ടാവൂ, അവർ തമ്മിൽ തല്ലുമെന്നാണ് പറയുന്നത്. സജീഷ് എന്നോട് പറയുന്നത് കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട്, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലകളിൽ BJP ജയിച്ചിരിക്കും എന്ന് പറയുന്നു. ആയത്തുള്ള ഖമേനി എനിക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ട്. കുവൈറ്റിലിരുന്നാണ് ആയത്തുള്ള ഖമേനി നമ്മുടെ പ്രോഗ്രാം കാണുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആയത്തുള്ള ഖമേനി. കുവൈറ്റിലെ നമ്മുടെ എല്ലാ മലയാളികൾക്കും നമ്മുടെ ആശംസകൾ അറിയിക്കണം. അവരൊക്കെ തെരഞ്ഞെടുപ്പ് ആവേശത്തോടെ കാണുന്നു ഞാനും വിചാരിക്കുന്നത്. സ്വർണ്ണലത എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. കേരളത്തിൽ ജനങ്ങൾ അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ല. കേരളത്തിൽ UDF ഭരിക്കും, LDF വന്നാൽ കേരളം നാശത്തിലേക്ക് എന്ന് പറയുന്നു. കൃഷ്ണദാസ് ഗ്യാസ് എന്നോട് പറയുന്നു നാളെ പൂരം വെടിക്കെട്ട്, ഇന്ന് സാമ്പിൾ പൊതുവേദിയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നിട്ടുള്ളത് KG കുമാർ. ശ്രീ KG കുമാർ. ഹലോ. ശ്രീ KG കുമാർ, BJP ഇരട്ട സംഖ്യയിൽ ജയിക്കുമെന്ന് എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ഇരട്ട സംഖ്യയല്ല, ഏറ്റവും കുറഞ്ഞത് 5 എന്നാ ഞാൻ പറഞ്ഞത് ആദ്യം മുതലേ. ഒരു പക്ഷേ 8 അതിൽ കൂടുതലോ സീറ്റ് നേടിയേക്കാം. പക്ഷെ അത് ഏത് മുന്നണിയാണ് ബാധിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. UDF തരംഗം ഉണ്ട് എന്ന് മിക്ക സർവേയിലും പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ ഈ LDF മാജിക് നമ്പർ മറികടക്കാനുള്ള സാധ്യതയും ഉണ്ട്. പക്ഷെ ഈ UDF വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പൊ തന്നെ ഇതേപോലെ തല്ലാണ്. ഈ ഭരണം കിട്ടിയാലും ഇതേപോലെ തുടരുമോ എന്നുള്ളത് ഒരു ആശങ്ക വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഇപ്പൊ തന്നെ ഉണ്ട്. പലർക്കും നമ്മുടെ പരിചയത്തിലുള്ള പല ആൾക്കാരുടെയും സംസാരത്തിൽ ഉണ്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ശ്രീ സുനിൽ കുമാർ ചവറയുന്നു. ശ്രീകുമാർ. അതെ അതെ അതെ. ശ്രീകുമാർ, 10 വർഷം അധികാരത്തിൽ വന്നപ്പോൾ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തുറക്കുവിട്ടത്. അതേ സ്ഥാനത്ത് ഇന്ന് ആ ഓരോ ജീവിതത്തെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഭരണവിരുദ്ധമായിട്ടുള്ള വികാരം ഭയങ്കരമായിട്ടുണ്ട്. ഏത് മുന്നണി ഉണ്ട് എന്ന് പറഞ്ഞാലും ഭരണവിരുദ്ധമായ വികാരമുണ്ട്. ജനത നശിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. മാത്രമല്ല ഇനി ഏത് വന്നാലും, ഇനിയിപ്പോ താമരയും മുല്ലപ്പൂവോ ഏത് വിരിഞ്ഞിരുന്നാലും, ഇനിയിപ്പോ UDF വന്നിരുന്നാൽ പോലും അവരുടെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വേദനയിലൂടെ മുന്നോട്ട് പോകത്തുള്ളൂ. ഇത്രയേറെ കടക്കണി കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ഈ 10 വർഷം ഭരിച്ച ഈ ഗവൺമെന്റ് മാത്രമാണ്. ശരി, അപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് നമ്മുടെ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് അമീൻ റോസ് എന്നോട് പറയുന്നത് ഈ ചാനൽ കാണുന്നൊക്കെ UDFകാരാണ്, ഇതിൽ ചോദിച്ചാൽ UDF എന്നേ പറയുന്നതാണ്. ഇല്ല, അങ്ങനെയില്ല. നമ്മുടെ കൃഷ്ണൻകുട്ടി, മണിമല, ദീപു, അങ്ങനെ LDFകാരുടെ ഒരു നീണ്ട നിര നമ്മുടെ ഈ പൊതുവേദിയിലുണ്ട്. ഇത് അങ്ങനെ നമുക്കിത് പൊതുവേദിയെ ആർക്കും കുറ്റം പറഞ്ഞു പോകാൻ പറ്റില്ല. അത് കാണുന്നവർക്കെല്ലാം അറിയാം. അമീൻ റോസെ ഇങ്ങനെയൊക്കെ പറയാമോ? അപ്പോൾ സന്തോഷ് വർമ്മ എന്നോട് പറയുന്നു കോൺഗ്രസ്സുകാരുടെ സ്വപ്നത്തിൻ്റെ ആയുസ് നാളെ രാവിലെ 8 മണിയോടെ അവസാനിക്കും, 9 മണിക്ക് കാര്യങ്ങൾ മാറുമെന്നാണ് സന്തോഷ് വർമ്മ. അപ്പോൾ നാളെ 9 മണിക്ക് ഞാൻ സന്തോഷ് വർമ്മയുടെ ലിങ്ക് നോക്കും. ജോസ് KJ എന്നോട് പറയുന്നു 3ാമതും LDF എന്ന് പറയുന്നു, കൃത്യം വിജയം UDFന് 92 സീറ്റ് കിട്ടുമെന്ന് ഉപ്പിച്ച എന്നോട് പറയുന്നു. ഉപ്പിച്ചേ, അപ്പോൾ നാളെ നമുക്കിത് കാണേണ്ടി വരും. സജീഷ് എന്നോട് പറയുന്നു BJP ജയിക്കുമെന്ന് ജമ്പിത് പോവാണ് കേട്ടോ. ചിലതൊന്നും എനിക്ക് ഭാഗ്യം കിട്ടുന്നില്ല. ഇന്ത്യൻ മുഴുവൻ ജനങ്ങളെ അംഗീകരിക്കുകയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റേറ്റുകൾ ഭരിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായി വരട്ടെ എന്നാണ് സജീഷ് എന്നോട് പറയുന്നത്. KP കുഞ്ഞുമോൻ ഉമ്മൻചാണ്ടി 72 സീറ്റുമായി ഭരണം പിടിച്ചപ്പോൾ ഉള്ള ഒരു കഥ പറയുന്നു. കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത് 1999 കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിരിച്ചുവിട്ടു, പിന്നീട് എത്ര തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടും കമ്മ്യൂണിസ്റ്റുകാർ നെഞ്ചടിച്ച് കരഞ്ഞില്ല, അതുകൊണ്ട് താൻ നെഞ്ചടിച്ച് കരയില്ല എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ എന്നോട് PM കുഞ്ഞുമോൻ പറയുന്നു ഉമ്മൻചാണ്ടി 72 സീറ്റുമായി ഭരണം പിടിച്ചപ്പോൾ അന്ന് VS പറഞ്ഞപ്പോൾ ഒരാൾ മാത്രം ടോയ്ലറ്റിലേക്ക് പോയപ്പോൾ സർക്കാർ വീഴുമെന്ന് പറഞ്ഞപ്പോൾ 5 കൊല്ലം നന്നായി ഭരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ്. നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ഡോക്ടർ MP മണി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം പറയുന്നു ആര് ജയിച്ചാലും വിശപ്പും കിടപ്പാടവും ഇല്ലാത്തതും തൊഴിലില്ലായ്മയും അതുപോലെ ആരോഗ്യ സേവനങ്ങളുടെ കുറവുമാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ. അതായത് വിശപ്പും കിടപ്പാടമില്ലാത്തതും തൊഴിലില്ലായ്മയും ആരോഗ്യ സേവനങ്ങളുടെ കുറവുമാണ് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ. അവിടെ നിന്നാണ് വികസന പദ്ധതികൾ ആസൂത്രണം ആരംഭിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളതെന്ന് ഡോക്ടർ MP മണി എന്നോട് യൂട്യൂബിൽ പറയുന്നു. തസ്വീർ തട്ടിയിൽ എന്നോട് പറയുന്നു UDF 95 സീറ്റ്സ് അവിടെ അധികാരത്തിൽ വരും എന്നാണ്.
അപ്പം നമ്മുടെ അമീൻ റോസിന് ഇപ്പോഴും ബോധ്യമായിട്ടില്ല നമ്മൾ UDFകാരാണെന്നാണ് അമീൻ ബോസിൻ്റെ വിചാരം. നമ്മളാരെയും തടഞ്ഞു വെക്കുന്നില്ല. അമീൻ ബോസ് ഇത് ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ കമൻറ്റ് ചെയ്യാനുള്ള ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ അമീൻ ബോസ് ഇത് കാണുന്നതുകൊണ്ട് അമീൻ ബോസ് കമൻറ്റ് ചെയ്യുന്നു, അതുപോലെ ആളുകൾക്ക് ആത്മവിശ്വാസമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളാരെയും തടഞ്ഞു വെക്കുന്നില്ല. അപ്പോൾ രമേഷ് ബോസ് എന്നോട് പറയുന്നു അമീൻ റോസിന് താഴെ രമേഷ് ബോസ് പറയുന്നു NDA 14 സീറ്റോടെ അധികാരത്തിൽ വരും എന്ന് എന്നോട് പറയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത കോളർ നമുക്കൊപ്പം ചേരുന്നത് ചന്ദ്രൻ നായർ തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ചന്ദ്രൻ നായർ. ചന്ദ്രൻ നായർ വളരെ പെട്ടെന്ന്. ഒരു പൊതു അഭിപ്രായമാണ് സാർ എനിക്ക് പറയാനുള്ളത്. ആര് ഭരണത്തിൽ വന്നാലും ജനങ്ങളെ ഇനിയും നികുതി കൂട്ടി ബുദ്ധിമുട്ടിക്കാത്ത ഒരു ഭരണമാണ് സാർ കാഴ്ചവെക്കേണ്ടത്. ഇപ്പൊ തന്നെ എന്ന് വെച്ചാൽ ഓരോ ഭാഗത്തു നിന്നും വിലക്കയറ്റം തുടങ്ങി സാർ. ഞാൻ സാറിന്റെ അടുത്ത് സംസാരിച്ച പോലെ മുമ്പ് എന്താ നമുക്ക് അത് ഒരു ദിവസം പിന്നെ സംസാരിക്കാം. ഓക്കെ, സദാശിവൻ എന്നോടൊപ്പം ചേർന്ന് പാലക്കാട് നിന്നാണ്. ശ്രീ സദാശിവന്റെ ഒരു പ്രഡിക്ഷൻ എന്താണ്? ശ്രീ സദാശിവൻ. ശ്രീ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ. നമസ്കാരം മിസ്റ്റർ വിനു, രാധാകൃഷ്ണൻ പ്രായിരിന്ന്. മനസ്സിലായി. ഓക്കെ, ഗുഡ് ഈവനിങ് ശ്രീ രാധാകൃഷ്ണൻ. ഗുഡ് ഈവനിങ് മിസ്റ്റർ വിനു. ഗുഡ് ഈവനിങ്. പ്രഡിക്ഷൻ അനുസരിച്ച് എക്സിറ്റ് പോളും കണ്ടു. ഇത് ഒരു ഹങ് അസംബ്ലി ആവാനാണ് ചാൻസ്. പക്ഷെ BJPക്ക് നല്ല മുൻതൂക്കം വരുന്നതാണ് പ്രഡിക്ഷൻ എന്റെ വക. അവിടെ പാലക്കാട് വിജയിക്കോ BJP? പാലക്കാട് 100% ശോഭാ സുരേന്ദ്രൻ വിജയിക്കും. അപ്പൊ തോറ്റാൽ നമ്മൾ അടുത്ത ദിവസം ഞാൻ ചോദിക്കും. അപ്പൊ ഞാൻ വിളിക്കാലോ വിനുവിനെ അറിയാലോ എന്നെ. തോറ്റാലും കുഴപ്പമൊന്നുമില്ല, ജയിച്ചാലും സന്തോഷം, തോറ്റാലും ഓക്കെ. താങ്ക് യു. അപ്പൊ ശ്രീ വിജയൻ എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്തു നിന്നാണ്. ശ്രീ വിജയൻ. നമസ്കാരം. ശ്രീ വിജയന്റെ പ്രഡിക്ഷൻ എങ്ങനെയാ? ശ്രീ വിജയൻ. 5-നും 10-നും ഇടയ്ക്കുള്ള സീറ്റ് പിടിക്കും സാറേ. ഉറപ്പായിട്ട് താമര വിരിഞ്ഞിരിക്കും. ഉറപ്പായിട്ട്. കഴിഞ്ഞ പാർലമെന്റില് സുരേഷ് ഗോപിയുടെ കാര്യം ഇതേപോലെ തന്നെയായിരുന്നു. ജയിക്കത്തില്ല, ഒരു കാരണവശാലും ഇവിടെ ഈ പരിപ്പ് വേവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വേവിച്ച് കാണിച്ചു കൊടുത്ത് ഇനിയും. അപ്പൊ ആ പരിപ്പ് ഒരിക്കൽ വേവിച്ച് കാണിച്ചു കൊടുത്താണ് വീണ്ടും കാണിച്ചു കൊടുക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. നോക്കാം ശ്രീ വിജയൻ. 5-നും 10-നും ഇടയ്ക്കുള്ള സീറ്റ് ഞങ്ങൾ ജയിച്ചിരിക്കും. ശരി, ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കത് കാണാം. ഓക്കെ. ബ്ലൈറ്റി ഡേയ്സ് എന്നോട് പറയുന്നു ആരും പ്രവചിക്കാത്ത സിനാരിയോ ബ്ലൈറ്റി ഡേയ്സ് ലണ്ടനിലിരുന്ന് കാണുകയാണ് കേട്ടോ. LDFന് നേരിയ ഭൂരിപക്ഷം. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ അയോഗ്യയായതിനാൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും എന്ന് ബ്ലൈറ്റി എന്നോട് പറയുന്നു. UDF അതോടെ LDFന് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നൊക്കെ. ഈ ബ്ലൈറ്റി ആൾ കൊള്ളാലോ. ലണ്ടനിലിരുന്ന് നമ്മുടെ കേരളത്തിലെ ഇത് ഇത്ര വളരെ സൂക്ഷ്മമായി ഒരു നിരീക്ഷണം നടത്തുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ UDF വരും, അപ്പോൾ LDFന് ഭൂരിപക്ഷം നഷ്ടപ്പെടുമെന്നൊക്കെ. കൊള്ളാം. അപ്പോൾ നമ്മൾ ഗോളാന്തരം മണിമലച്ചേട്ടൻ്റെ പുതിയ ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ടോയെന്ന് ചോദിക്കും. ഈ ഗോളാന്തരത്തിന് ആളുകളെ ഇങ്ങനെ പരിഹസിക്കാനല്ലാതെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായി എന്തെങ്കിലും പറയാൻ ശ്രമിച്ചുകൂടെ? ഗോളാന്തരം ഇത്രയും ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വേറൊരാളെ ഇങ്ങനെ ചൊറിയുമ്പോൾ അയാൾ എന്തെങ്കിലും തിരിച്ചു പറയുമ്പോൾ അത് കേട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഓടുന്നതിന് പകരം നമുക്ക് ഇപ്പോൾ എത്രയും ആൾ കൂടുന്നൊരു സ്ഥലത്ത് എന്തൊക്കെ തമാശകൾ പറയാം. ഓക്കെ. തൂക്ക് VK എന്നോട് പറയുന്നു ന്യൂസ് 18 കേരളത്തിൻ്റെ മാജിക് സ്ക്രീനിന് വേണ്ടി നാളെ കാത്തിരിക്കുകയാണ്. വോട്ടെണ്ണൽ ദിവസം വെയിറ്റ് ചെയ്യുന്നു. പിന്നെ UDFനും LDFും UDF വരും, LDF വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ UDFൻ്റെ ആളാണ് നമ്മുടെ തൂക്കു VK. അദ്ദേഹം മാജിക് സ്ക്രീനിന് വേണ്ടി കാത്തിരിക്കുകയാണ്. താമര വിരിഞ്ഞാൽ എന്താ കുഴപ്പം? കേരളത്തിൽ BJP വരില്ലേ എന്ന് എന്നോട് മുരളി ചോദിക്കുന്നു. ഓക്കെ. സൈക്കിൾ ചവിട്ടുന്ന സുഹൃത്തുക്കൾ എവിടെ പോയി ശ്രീ മനു എന്ന് ചോദിക്കുന്നു. ഇന്ന് നാളത്തേക്ക് വേണ്ടിയുള്ള ചില തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്നാണ് ഈ നമ്മുടെ പൊതുവേദി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സെറ്റ് ഇന്ന് അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പുറത്ത് വന്നിരിക്കുന്നത്. ഇന്ന് സാധാരണ സത്യത്തിൽ എനിക്ക് ഈ സൈക്കിളിനോടല്ല താല്പര്യം. നമ്മൾ വല്ല ജെറ്റിലോ ബെൻസ് കാറിലോ ഒക്കെ പോകണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഈ സൈക്കിളിൽ നമ്മളെ വിടുന്നത്. ഓക്കെ. അപ്പോൾ ശശിധരൻ പിള്ള എന്നോട് പറയും താങ്കൾക്ക് ഏതായാലും കമൻ്റ് ഇടാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി എന്ന്. BJPക്കാരെയും UDFകാരെയും തിരിഞ്ഞു പിടിച്ചാണോ ഫോൺ കണക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ശശിധരൻ പിള്ള പറയുന്നു താങ്കൾക്ക് കമൻ്റ് ഇടാം. ഈ അമീൻ റോസിന് എന്താണ് പ്രശ്നം? അമീൻ റോസ് LDFകാരനാണ്, അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പേടിക്കേണ്ട അമീനെ. അങ്ങനെ പിന്തുണ ഇല്ലെങ്കിലും അമീൻ റോസ് അങ്ങനെ താഴോട്ട് പോകരുത്, നമുക്ക് നിൽക്കണം. അപ്പോൾ വേറെ ആളുകളൊക്കെ വരും. കൃഷ്ണൻകുട്ടിയുണ്ട് താങ്കൾക്ക് പിന്തുണയായിട്ട്. കൃഷ്ണൻകുട്ടിയെ കാണുന്നില്ല. അദ്ദേഹം ഒറ്റയ്ക്കാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആശയവും നിലപാടുമായി ശക്തമായി പോരാടുകയാണ്. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തുകാർ ഖദർകാരെ കണ്ട് നടക്കാൻ പറ്റുന്നില്ല, നാളെ ഉച്ചയോടെ ഇവന്മാരെല്ലാം ഒഴിഞ്ഞു പോകുമെന്നാണ് സന്തോഷ് വർമ്മ
എന്നോട് പറയുന്നത്. KPCC ഓഫീസിൽ പന്തൽ കെട്ടുന്നയാൾ അഡ്വാൻസ് ഉറപ്പാക്കിക്കോ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അവരെല്ലാം മുങ്ങിക്കളയുമെന്ന്. ഓക്കെ, കുവൈറ്റിലിരുന്ന് ഞാൻ ഇത് കാണുന്നു എന്ന് എന്നോട് ബാബു നായർ പറയുന്നു. ബാബു നായർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എനിക്കറിയാം. ബാബു നായർ പറയുന്നു BJPക്ക് 6 സീറ്റ് എന്നാണ്, UDF 82, LDF 52. അപ്പോൾ ജനങ്ങൾ ജനവിധി മാനിച്ച് അല്പം മര്യാദ കാണിക്കണം മാധ്യമങ്ങൾ എന്ന് ബാബു നായർ എന്നോട് പറയുന്നു. അപ്പോൾ ബാബു നായരുടെ കണക്ക് ഞാൻ ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട്. ബാബു നായർ പറയുന്നത് UDFന് 82 സീറ്റ്, LDFന് 52 സീറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, രമേഷ് ബോസ് എന്നോട് പറയുന്നു UDF ജയിച്ചു വരട്ടെ എന്ന് പറയുന്നു. ഈ ജലീൽ എന്നോട് പറയുന്നു UDFന് 90 സീറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. ശശിധരൻ പിള്ള പറയുന്നു അതിനാണ് ജയകുമാർ 5 മണിക്ക് 3 മണിക്കൂർ കിടന്നുറങ്ങിയത്, 8 മണിക്ക് പോയാൽ പോരെ എന്നൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ശരി, അപ്പം നമുക്കൊരു ചെറിയ ഇടവേള കൂടി ആവശ്യപ്പെടുന്നു എന്നോട് പ്രവീണ. അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. നമ്മുടെ അമ്പിളി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, അമ്പിളി LDFകാരിയാണ്. അപ്പോൾ പറയുന്നത് സതീശൻ വനവാസം പോകാൻ തയ്യാറായിക്കോളും എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ ഈ അമീൻ റോസ് പറഞ്ഞല്ലോ LDFകാരൊന്നും പ്രതികരിക്കുന്നില്ല, അപ്പോൾ ഇതാ LDFകാരൊക്കെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. സതീശൻ വനവാസത്തിന് പോകാൻ തയ്യാറായിക്കോന്ന് പറയുന്നു. അപ്പോൾ സുരേന്ദ്രൻ പാലാട്ട് എന്നോട് പറയുന്നു UDF ആയാലും LDF ആയാലും നന്നായി ഭരിക്കണമെന്നാണ്, ആയാലും കേരളം ഭരിക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ സുനിൽ എന്താ വരാത്തതെന്ന് ആളുകൾ ചോദിക്കുന്നു. നമ്മുടെ സുനിലിനെ കാണാനില്ല എന്നുള്ള ചില പരാതികളുണ്ട്. അപ്പോൾ ആര് വന്നാലും നന്നായി ഭരിക്കണമെന്ന് മുരളി പറയുന്നു. സുനിൽകുമാർ സുനിമോളും എവിടെ എന്ന ചോദ്യം അങ്ങനെ ഉയരുകയാണ്. അപ്പോൾ എന്നോട് തിക്കു പറയുന്നത് ഐത്തുക്ക് പറയുന്നത് അവിടെ UDFന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. LDF വന്നാൽ മീശ പഠിക്കുമെന്നാണ്. News 18 കേരളത്തിന് വേണ്ടി തൻ്റെ മീശ ത്യജിക്കാൻ തയ്യാറാണെന്ന് പറയാം. എനിക്കറിയില്ല, LDFന് വേണ്ടി നമ്മൾ നിൽക്കുന്നില്ല. എന്തായാലും അങ്ങ് മീശ വടിക്കുക എന്തായാലും ഒരു തർക്കമല്ലേ, നോക്കാം നമുക്ക്. അപ്പോൾ മീശ പഠിക്കുമെന്നാണ് പറയുന്നത് എന്നോട്. ഓക്കെ, തോറ്റ ചരിത്രം ബംഗാളിലും ത്രിപുരയിലും മറന്നോ, കാൽത്തരി പോലും അവിടെ ഇല്ല, കനൽത്തരി പോലും അവിടെ ഇല്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഷാജി എന്നോടൊപ്പം ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ്. ഷാജി, ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. ഷാജി കുറെ ദിവസമായി കണ്ടില്ലല്ലോ. തിരക്കിലായിരുന്നു. പിന്നെ 80-നും 110-നും ഇടയ്ക്ക് UDF അധികാരത്തിൽ കയറും. 80-110 UDF വരും. ഉറപ്പാണ്. BJP താമര വിരിയോ ഷാജി അവിടെ എവിടെയെങ്കിലും? എന്നാലും പറയാൻ പറ്റില്ല. നാളെ നോക്കാം. ശരി. അപ്പൊ ശ്രീ മൈക്കിൾ എന്നോടൊപ്പം ചേർന്ന് ഇടിക്കും. ശ്രീ മൈക്കിൾ. നമസ്കാരം. ശ്രീ മൈക്കിൾ നേരത്തെ തന്നെ എന്നോട് കണക്കുകൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഞാൻ അവസാനം LDF വരുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ അല്ലേ? 82-85 സീറ്റോടെ LDF വരാതെ പിന്നെ ആര് വരാനാ? എനിക്കറിയാം, ഞാൻ പറഞ്ഞു. അതെ, അത് എഴുതി വെക്കണമല്ലോ സാറേ, എഴുതി വെക്കണം. കാരണം എന്താ വെച്ചാലേ നാളെ 2 വാക്ക് പറയാനുണ്ടെന്ന് ജയിച്ചു കഴിഞ്ഞിട്ടല്ലേ? പിന്നെ അല്ല, ജയിക്കണമല്ലോ, ജയിക്കും. ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വെച്ചല്ലേ നമ്മളൊരു രസത്തിന് പറയുന്നത് ജനങ്ങളുടെ താല്പര്യമാണ് എല്ലാവർക്കും മുന്നിൽ നിൽക്കേണ്ടത്. ഓക്കെ, ജനങ്ങളുടെ താല്പര്യമാണല്ലോ നിൽക്കേണ്ടത്. ശരി, വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. അപ്പം തിരക്കുള്ളതുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. സലീം എന്നോടൊപ്പം ചേരുന്ന മലപ്പുറം. നമസ്കാരം. ശ്രീ സലീം ഇടതുപക്ഷം വരുമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ള ആളാണ്. അത് മാത്രമല്ല, UDF നേതാക്കൾക്ക് ആർക്കെങ്കിലും ഹൃദയമുണ്ടെങ്കിൽ ചിലപ്പോൾ ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന റിസൾട്ട് ആയിരിക്കും വരിക. LDFന് 100 സീറ്റിൽ 104 സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മറ്റവര് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ആശുപത്രിയിലേക്ക് പോകേണ്ടി വരും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. നോക്കാം, അപ്പോൾ നോക്കട്ടെ അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന്. ശ്രീ സലീമാണ് എന്നോടൊപ്പം ചേർന്നത്. അപ്പോൾ ജോസ് കെ ജെ എന്നോട് പറയുന്നത് LDF ജയിച്ചാൽ UDF ജയിച്ചാലും സുധാകരൻ മുഖ്യമന്ത്രിയാവുമെന്ന്. അതൊരു തമാശയാണ് കേട്ടോ. സുധാകരൻ്റെ പ്രതികരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത്തരം തമാശകളൊക്കെ വരുന്നു. സുനിമോൾ എവിടെ പോയി എന്നുള്ള ചോദ്യം അങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാണ്. സുരേന്ദ്രൻ പാലാട്ട് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, ജയകുമാറുണ്ട്, മുരളിയുണ്ട്. അപ്പോൾ പലരുടെയും കമൻറ്റുകൾ എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല, എങ്കിലും കുഴപ്പമില്ല, ഞാൻ അതൊക്കെ വായിക്കാം. ചിലതൊക്കെ ഇങ്ങനെ സ്കിപ്പായി പോവുകയാണ്. അപ്പോൾ സുജിത് ജയ എന്നോട് പറയുന്നത് LDF 66, UDF 68, 69. എന്താ ഈ സുജിത്തെ, ഇത് ആർക്കും ഒരു ഭൂരിപക്ഷം കൊടുക്കാത്തത്? BJP 5. അങ്ങനെയെങ്കിൽ ആര് വരും എന്ന് BJP തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. വർഗീയ കക്ഷി എന്ന് പറയുന്ന ഇരു മുന്നണികളും BJPയെ കൂടെ നിർത്താൻ തയ്യാറാകുമെന്ന് പറയുന്നു. ജോസ്മോൻ എന്നോട് പറയുന്നത് LDFന് 81 സീറ്റാണ്, UDFന് 52 സീറ്റ്, BJPക്ക് 2 സീറ്റ്. ജോസ്മോൻ, ഇതൊക്കെ നാളെ നമുക്ക് കഴിഞ്ഞ് ഞാൻ പൊതുവേദിയിൽ വരുമ്പോൾ ഇതൊക്കെ ഇവിടെ തിരിച്ചു പറയണം. പറവൂർ മണ്ഡലത്തിൽ നിന്ന് VD സതീശൻ മാധ്യമങ്ങളോട് ഒന്നും പറയാതെ പോയത്
അട്ടപ്പാടി വനമേഖലയിലാണോ എന്ന് മാധ്യമങ്ങൾ നാളെ റിപ്പോർട്ട് ചെയ്യാം എന്ന് എന്നോട് സന്തോഷ് വർമ്മ പറയുന്നു. രാജൻ കൊല്ലം കാണാനില്ലേ, കുറേ ദിവസമായിട്ട് കാണുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അതാണ് ഞാനും ആലോചിക്കുന്നത്, നമ്മുടെ ചില ആളുകളെ കാണുന്നില്ല. ശ്രീ രാജൻ കൊല്ലത്ത് നിന്ന് നമ്മളെ സ്ഥിരം വിളിക്കുന്ന കക്ഷിയാണ്, കാണാനില്ല. ശ്രീമതി ജയ കൊല്ലത്ത് നിന്ന് വിളിക്കുന്നതാണ്, ശ്രീമതി ജയയെ കാണാനില്ല. ചിലപ്പോൾ ഇത് പൊതുവേദി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. കാരണം ശ്രീമതി ജയയൊക്കെ പൊതുവേദിയിലേക്ക് വിളിക്കേണ്ട ആളാണ്. കോൺഗ്രസ് ജയിക്കണമെന്ന് കരുതുന്ന ശ്രീമതി ജയ എന്തുകൊണ്ടാണ് കൊല്ലത്ത് വിളിക്കാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ സ്വർണ്ണലത എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഗൗതമിനെ കാണാനില്ല എന്ന് പറയുന്നു. നമ്മുടെ ഗൗതം കാസർഗോഡുകാരനാണ്, എന്താണ് വിളിക്കാത്തതെന്ന് ചിലർ ചോദിക്കുന്നു. തൻസിൽ ചവറ LDFനുള്ളതാണ് എന്ന് പറയുന്നു. സ്വർണ്ണലത എന്നോട് പറയുന്നത് LDFന് 109 സീറ്റ്. അപ്പോൾ നേരത്തെ ഈ അമീൻ റോസ് എന്നോട് പറഞ്ഞു LDFകാരൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞത് ഇപ്പോൾ LDFനുള്ളതാണ് എന്ന് തൻസിൽ പറയുന്നു ചവറ. അപ്പോൾ LDFകാരൊക്കെ ഉണ്ട് അമിനെ. സ്വർണ്ണലത എന്നോട് പറയുന്നു UDFന് 109 സീറ്റ്. കുറേ ചുവന്ന പച്ചഹൃദയങ്ങൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ സുനിൽകുമാർ എവിടെ പോയി എന്ന് ഉള്ള ചോദ്യം വീണ്ടും ആളുകൾ ഉന്നയിക്കുന്നു. സുനിൽകുമാർ വന്നിട്ടുണ്ട് കേട്ടോ, അതെ സുനിൽകുമാർ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്ന സാഹചര്യത്തിൽ നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ നാരായണൻ, ചാലക്കുടിയിൽ നിന്ന്. നാരായണൻ, ശ്രീ നാരായണൻ. നമസ്കാരം സാർ. നമസ്കാരം. ചാലക്കുടിയിൽ ആര് ജയിക്കും ശ്രീ നാരായണൻ? ചാലക്കുടി ഒരു കുത്തക മണ്ഡലമാണല്ലോ. അതെ. അപ്പൊ അവിടെ കോൺഗ്രസിന്റെ പേടിക്കാനില്ല, സ്വാഭാവികമായും അങ്ങനെ വരേണ്ടതാണ്. അതുകൊണ്ടുള്ള ചാലക്കുടിയിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരും ഈ സീറ്റിന് പിടിവലി നടത്താറുണ്ട്. അതല്ല ഞങ്ങളുടെ ആശങ്ക, അതല്ല ഞങ്ങൾ കോൺഗ്രസ് ഫാമിലിയാണ്. ഇപ്പോഴത്തെ അവസ്ഥയില് കോൺഗ്രസ് ജയിക്കേണ്ട, LDF മതി എന്നൊരു തോന്നലുണ്ട്. കാരണം ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, നാഷണൽ ലീഗ്, കേരള കോൺഗ്രസ് എന്ന കേരള ക്രിസ്ത്യൻ കോൺഗ്രസ് ഇതൊന്നും മതം പാർട്ടി അല്ല, വിഷമല്ല. BJP മാത്രമാണ് വിഷം. പിന്നെ അപ്പോ ഈ LDF വന്നു കഴിഞ്ഞാൽ നാരായണൻ BJP എത്ര സീറ്റ് ജയിക്കും നാരായണൻ? BJP ഒരു 3-4 കിട്ടിയേക്കും തോന്നലുണ്ട്. ശരി, അപ്പോൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്കൊന്ന് വിശദമായിട്ട് സംസാരിക്കാം. റെജി എന്നോടൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ റെജി എന്നോട് നേരത്തെ കണക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഒന്നുകൂടി ഞാൻ അവസാന റൗണ്ട് ചോദിക്കുകയാണ്. മനു, ഞാൻ ഒരു കാര്യം തീർത്ത് പറയാം. നീ നാളത്തെ കഴിഞ്ഞ് നമ്മളെ വിളിക്കത്തുള്ളൂ. UDF 90-100 സീറ്റിന് മേളിൽ വരും. BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അക്കൗണ്ടും തുറക്കാൻ പോകുന്നില്ല. കാര്യം BJPയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് പോലും UDFന് അനുകൂലമായി പോകും, ഉറപ്പ്. തിരുവനന്തപുരം ഉൾപ്പെടെ ഞാൻ ഇച്ചിരിയുടെ സമുദായമൊക്കെ പറയുന്നുണ്ട്, ഒന്നുകൂടെ തീർത്ത് പറയാണ്. NSSന്റെ N ബ്ലോക്ക് BJP വോട്ട് തിരിച്ച് UDFൽ വരും. ശരി, അപ്പൊ ഞാൻ ഇതിന്റെ കണക്കൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. റെജി പറഞ്ഞതെല്ലാം എന്റെ കയ്യിലുണ്ട്, ഞാനത് നോക്കാം. ഇന്ന് സമയക്കുറവുകൊണ്ടാണ്. തങ്കച്ചൻ, കോട്ടയം. തങ്കച്ചൻ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം സാർ. നമസ്കാരം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കേണ്ടെന്നിട്ട് ഞാനിപ്പോ എന്റെ ഒരു സംസാരം രീതി വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ എന്തായാലും UDF അധികാരത്തിൽ വരും. 78 സീറ്റുകൊണ്ട് UDF അധികാരത്തിൽ വരുന്നതിന് എന്റെ പ്ലാന്. പിന്നെ തരംഗമൊന്നുമില്ല. പിണറായി വിജയനെ LDFന് അധികാരത്തിൽ കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു ചാനലുകാരെല്ലാം കൂടി. അതെ, ചാനലുകാർ ശ്രമിച്ചിട്ട് എന്ത് കാര്യം? LDF അധികാരത്തിൽ വരണമെങ്കിൽ അവർ ശ്രമിക്കണം, അല്ലെങ്കിൽ നാട്ടുകാർ വോട്ട് ചെയ്യണം. ചാനലുകാർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? അവരിങ്ങനെ എല്ലാ ചാനലുകാരും LDFനൊപ്പമാണ്. ആണോ? അങ്ങനെയുള്ളൊരു വിഷമമുണ്ട്. അപ്പൊ ശ്രീ തങ്കച്ചൻ UDF ചാനലുകളൊന്നും കാണുന്നില്ലേ? ഉണ്ട്. UDF ചാനലുകാർ എല്ലാ ചാനലും 10 ചാനൽ ഞാൻ കാണുന്നു. മലയാളത്തിൽ നമ്മൾ 10 ചാനലോളം കാണുന്നതാണ് ഞാൻ വ്യക്തി. പക്ഷെ കാണുന്നവരെല്ലാം LDFന് സപ്പോർട്ടാണ് വരുന്നത്. എല്ലാവരും LDF അധികാരത്തിലെ കാര്യമുള്ള രീതിയിലാണ് ഇപ്പൊ എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പൊ വ്യക്തമാണ്. അപ്പൊ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല LDFകാരനാണ്. എന്നോട് നേരത്തെ കണക്കൊക്കെ പറഞ്ഞിട്ടുള്ള നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും LDF അധികാരത്തിൽ വരുമെന്നാണ് ശ്രീ കൃഷ്ണൻകുട്ടി മണിമല എന്നോട് നേരത്തെ പറഞ്ഞത്. അത് തന്നെയല്ലേ ശ്രീ കൃഷ്ണൻകുട്ടി മണിമല? നമസ്കാരം. നമസ്കാരം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ ചോദിക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞോളാം. LDF അധികാരത്തിൽ വരുമെന്നുള്ളതിനുള്ള ചാൻസ് ആണോ കൂടുതലായിട്ട് കാണുന്നത്? കോൺഗ്രസ് ഒക്കെ അധികാരത്തിൽ, അല്ലെ UDF അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ 21 സീറ്റുള്ള ഈ കോൺഗ്രസിന് എത്ര, അതിന്റെ 3 ഇരട്ടി സീറ്റ് കിട്ടിയെങ്കിലേ അധികാരത്തിൽ വരുള്ളൂ. ശരി, അപ്പൊ അങ്ങയുടെ കണക്ക് കൃത്യമാണ്. അങ്ങ് നേരത്തെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അമീൻ റോസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അമീൻ റോസ് ഇത് കേൾക്കുന്നുണ്ടോ? അമീൻ റോസ് എന്നോട് പറയായിരുന്നു LDFകാരൊന്നും നമ്മുടെ ചാനലിൽ വിളിക്കുന്നില്ല. ശ്രീ കൃഷ്ണൻകുട്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണെന്ന് ഞാൻ അമീൻ റോസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDFന്റെ നിലവിലെ സീറ്റുകൾ പോകാൻ പാടില്ല. LDFന് 29 സീറ്റിലധികം പിടിച്ചെടുക്കുകയും വേണം. എന്നാലും നേരിയ കേവല ഭൂരിപക്ഷം UDFന് അധികാരം കിട്ടുകയുള്ളൂ. പ്രയാസമല്ലേ UDF? അതൊന്ന് ചിന്തിക്കുമെന്ന് അമീൻ റോസ് ഇപ്പോൾ എന്നോട് പറയണം. അത് തന്നെയാണ് നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമലയും പറഞ്ഞത്. അപ്പോൾ നവീൻ ബാബു എന്നോട് പറയുന്നു ചാത്തന്നൂർ BJPക്കുള്ളതാണെന്ന് പറയുന്നു. അപ്പം മണിമല വന്നതിൻ്റെ സന്തോഷം നമ്മുടെ ആളുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്.
അമൃത എന്നോട് പറയുന്നു നിയമം രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്ത് കേരളം UDF വാങ്ങും, അത്രയേ ഉള്ളൂ, ഇവർ ഉഡായിപ്പ് നടന്നില്ലെങ്കിൽ LDF വരും എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഡീലിംഗ് ഉണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് നീലഹൃദയങ്ങൾ അയക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ നിന്നാണ്. എനിക്ക് കുറേ നീലഹൃദയങ്ങൾ കിട്ടിയിട്ട് എനിക്കല്ല കേട്ടോ, UDF വന്നേക്കും. ഞാൻ വിചാരിച്ചു ഇത്രയും നീലഹൃദയങ്ങൾ കൂട്ടത്തോടെ വന്നപ്പോൾ അത് എനിക്കാണെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്കല്ല, UDF 111 സീറ്റ് UDF പ്രഡിക്റ്റ് ചെയ്യാണ് നമ്മുടെ ലത്തീഫ്. അപ്പോൾ ലത്തീഫ് SS ലത്തീഫാണ് ഇത് പറയുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് ചുവന്ന ഹൃദയങ്ങളൊക്കെ UDF അയച്ചു കൊടുക്കുന്നുണ്ട്. നവീൻ ബാബു വാമനപുരം UDF അട്ടിമറി വിജയം നേടുമെന്ന് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ അവസാനിച്ചു എന്ന് എന്നോട് നന്ദകുമാർ പറയുന്നു. നവീൻ ബാബു പറയുന്നു ആറ്റെങ്കിൽ BJP തൂക്കും എന്ന് കേൾക്കുന്ന അവർ കൂട്ടത്തോടെ BJPക്ക് കൊടുത്തു അംബിക ജയിക്കാതിരിക്കാൻ എന്ന് പറയുന്നുണ്ട്. ഹക്കീം ബേക്കൽ എവിടെയെന്ന് ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു. LDF ജയിച്ചാലല്ല UDF ജയിച്ചാലും സാധാരണ ജനങ്ങൾ സർക്കാർ ഓഫീസുകളിൽ ബുദ്ധിമുട്ടിച്ച് ചുവന്ന നാടകളിൽ കുരുങ്ങിക്കിടക്കുന്ന ഉദ്യോഗസ്ഥർ ഒരു വിലക്ക് നിർത്തണം, വിലക്കയറ്റം നിയന്ത്രിക്കണം, ജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ എന്ന് എന്നോട് പറയുന്നു. പിണറായി സർക്കാർ തുടരില്ല, ടീച്ചർ വരും, ടീച്ചർ കിങ് മേക്കറാകും എന്ന് എന്നോട് ജോസ് പറയുന്നുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ റഷീദ് എന്നോട് കോട്ടക്കലിൽ നിന്ന് വിളിക്കുന്നുണ്ട്. 100+ സീറ്റാണ് UDF റഷീദ് പറയുന്നത്. വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് താൻ വൈകിയത് എന്ന് എന്നോട് സുനിൽകുമാർ പറയുന്നു. ജയിച്ചില്ലെങ്കിൽ കേസെടുക്കുമോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നു ശ്രീരാജൻ തൃശ്ശൂരിൽ നിന്ന്. ശ്രീരാജനൊക്കെ എന്നോട് നേരത്തെ കണക്ക് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ശ്രീരാജൻ, കണക്കിൽ വല്ല മാറ്റമുണ്ടോ? നമസ്കാരം. ഒരു മാറ്റമില്ല. അത് പറഞ്ഞ പോലെ 80-85 എന്ന് പറഞ്ഞാൽ തറച്ചു നിൽക്കുക തന്നെയാണ്, ഒരു തർക്കമില്ല. അപ്പൊ നമുക്ക് 80-85 എന്ത് മാറ്റം വരുമോന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി അധികം സമയമില്ല. ഒരു കാര്യം പറയാണ്ട് കാരണം എന്താ വെച്ചാല് ഇതിലിപ്പോ അവർക്ക് ഭരണം കിട്ടിയാൽ തന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്പർദ്ധയില്ലാതെ കോൺഗ്രസ് ഭംഗിയായിട്ട് ഭരിക്കട്ടെ. നമ്മൾ പറയണല്ലോ, കാരണം തരംഗം എന്നൊരു സംഗതി നമ്മൾ പ്രവചിച്ചിട്ടൊന്നും കാര്യമില്ല, തരംഗത്തിനെ തടയാൻ പറ്റില്ല. അപ്പൊ ആ തരംഗം വരുമ്പോ കോൺഗ്രസിന്റെ ഉള്ളിൽ നല്ലൊരു തരംഗം ഉണ്ടാവും. അതായത് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തേക്കുള്ള പ്രശ്നങ്ങൾ വരും. അവിടെ കോൺഗ്രസ് തകരാതിരിക്കട്ടെ. ശരി, ഓക്കെ. അപ്പൊ അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ എന്റെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് സൂപ്പിയോ തൃശ്ശൂർ. ഇസ്മായിൽ. ഇസ്മായിൽ എന്ത് കരുതുന്നു? ഇസ്മായിൽ ഒരു 85 സീറ്റ് UDF. ഇസ്മായിൽ സ്ഥലം എവിടെയാ? ഞങ്ങൾ ഗുരുവായൂർ മണ്ഡലത്ത് വടക്കേക്കാട്. എന്നോട് ഒരിക്കൽ പറഞ്ഞതെന്നാ ഞാൻ ഓർക്കണം. ഗുരുവായൂർ അല്ലേ? ഗുരുവായൂർ എന്ത് സംഭവിക്കും? ഗുരുവായൂർ CH റഷീദ് ഒരു 2000 അടുത്ത് മാർജിനിൽ വിജയിക്കും. ബിജെപിയുടെ വോട്ട് കറക്റ്റ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം 10-20,000 വോട്ട് BJPയുടെ വോട്ട് കാണാനില്ല. ഇപ്രാവശ്യം കറക്റ്റ് അവര് പിടിക്കുകയാണെന്നെങ്കിൽ ജയിക്കും ഇൻഷാ അല്ലാഹ്. ശരി, അപ്പൊ നോക്കാം. അപ്പൊ നമുക്ക് ശ്രീ ഇസ്മായിൽ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിക്കണം. അപ്പൊ നമുക്ക് ബാക്കി കൂടി നമുക്ക് കണക്കാക്കാം. ഓക്കെ. ശ്രീ പ്രസന്നൻ മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, നമസ്കാരം സാർ. നമസ്കാരം. ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും പ്രകാരം UDF ഭരണത്തിൽ വരാനാണ് സാധ്യത ഒന്ന്. പക്ഷെ അതിലൊരു ചെറിയ സംശയം എനിക്ക് ഉള്ളത്, ബിജെപി ധാരാളം വോട്ട് പിടിക്കും. അതിന്റെ പേരില് ആ വോട്ട് എവിടെന്നാ പോണെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ പേരിൽ നേരിയ മാർജിനിലാണെങ്കിലും ഒരു ചെറിയ ശതമാനം സാധ്യതയുണ്ട് LDF വരാൻ. ശരി, അപ്പൊ ഓക്കെ. ദിബിൻ എന്നോട് ഡെബോ എവിടുന്ന് വിളിക്കുന്നു? ഡെബോ ചെറായി അല്ലേ? ചെറായിലൊക്കെ കനത്ത മഴയാണോ ഡെബോ? എന്താ പറയുന്നത് അവിടെ? മഴയൊന്നുമില്ല, മഴയൊക്കെ പോയി. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് അവിടെ എറണാകുളം ജില്ലയിൽ UDF തൂത്തുവാരും എന്നൊക്കെ അവർ പറയുന്നുണ്ട്, അത് സത്യമാണോ ഡെബോ? കുറച്ച് സീറ്റുകൾ തൂത്തുവാരും. സംസ്ഥാനത്ത് എത്ര സീറ്റ് കിട്ടും UDF? സംസ്ഥാനത്ത് LDF വരത്തുള്ളൂ. സംസ്ഥാനത്ത് LDF വരും. പക്ഷെ എറണാകുളത്ത് UDF കുറച്ച് സീറ്റ് കിട്ടും അല്ലേ? കുറച്ച് സീറ്റ് കിട്ടും. ശരി, അപ്പൊ ഓക്കെ. ശ്രീ റഷീദ് കൊയിലാണ്ടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. റഷീദ് കൊയിലാണ്ടി എന്നോട് കണക്ക് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതെന്തായാലും മാറാൻ സാധ്യത ഇല്ലെന്നാണ് വിചാരിക്കുന്നത് അല്ലേ ശ്രീ റഷീദ് കൊയിലാണ്ടി? അപ്പൊ അങ്ങയുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. നാളെ ആ തരംഗം ഉണ്ടാകും. തരംഗം ഉണ്ടായി കഴിഞ്ഞാൽ ലഡു വിതരണം നടത്താൻ തയ്യാറെടുത്തിരിക്കുകയാണ് ശ്രീ റഷീദ് കൊയിലാണ്ടി. നല്ലൊരു ഭരണം കേരളത്തിൽ ഉണ്ടാവും. ശരി, നോക്കാം. ശ്രീ ജോസഫ് എന്നോടൊപ്പം ചേരുന്നു അങ്കമാലിയിൽ നിന്ന്. ശ്രീ ജോസഫേ, ശ്രീ ജോസഫിന് എന്ത് തോന്നുന്നു? അങ്കമാലി ആർക്കൊപ്പം നിൽക്കും ഇത്തവണ? UDF
കോൺഗ്രസിന് ഭരണം കിട്ടും. പക്ഷെ അവര് തല്ലിടാണ്ടിരുന്ന മതി. മറ്റേ BJPക്ക് 1-2 ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട്. വിജയൻ തുടർഭരണം കിട്ടാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ മാത്രമാവുന്നു. ശരി, അപ്പോൾ എനിക്ക് സമയം കുറവായത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മനു സാറ് നാളെ കഴിഞ്ഞ് പൊതുവേദി താങ്കൾ തന്നെ അവതരിപ്പിക്കണം. ചൊവ്വാഴ്ച ഞാനിത് കാണാൻ വരും പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അവതരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. ചൊവ്വാഴ്ച ഞാൻ വന്നേക്കാം. നമുക്ക് ചൊവ്വാഴ്ച ഞാൻ വന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് വിശദമായി ചർച്ച ചെയ്യണം. പല ആളുകൾ പല പല കണക്കുകളൊക്കെ പറഞ്ഞ് എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ വരുമ്പോൾ ഞാൻ ഓരോരുത്തരോട് ചോദിക്കും. ജയിച്ചാലും തോറ്റാലും ഒന്നും കുഴപ്പമില്ല, നമ്മൾ തമ്മിലുള്ള അതീവ രഹസ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തോറ്റവരൊന്നും ദുഃഖിക്കേണ്ടതില്ല, ജയിച്ചവരൊട്ടും വിഷമിക്കേണ്ട, അല്ലെങ്കിൽ അധികം സന്തോഷിച്ചിട്ട് കുഴപ്പമില്ല, സന്തോഷിക്കുന്നതിൽ തെറ്റുമില്ല. ഓക്കെ, ഹരിനന്ദു എന്നോട് പറയുന്നു ആർക്കും ഭൂരിപക്ഷം ഉണ്ടാവില്ല, BJPക്ക് 5-ൽ കൂടില്ല എന്ന് പറയുന്നു. അപ്പോൾ LDF വരത്തില്ല എന്ന് എന്നോട് എസ് കുമാർ പറയുന്നു. നോക്കാം, നമുക്ക് LDF വരില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. LDF തോറ്റു തുന്നമ്പാടും UDF ജയിക്കുമെന്ന് VO എന്നോട് പറയുന്നു. കേരളത്തിൽ BJP 0 സീറ്റ് പിടിക്കുമെന്ന് ലത്തീഫ് എന്നോട് സൗദി അറേബ്യയിൽ നിന്ന് പറയുന്നു. നാളെ കഴിഞ്ഞ് നമുക്കെല്ലാം കാണാം എന്ന് ഇങ്ങനെ സുനിൽകുമാർ അവിടെ നിന്ന് പറയുന്നുണ്ട്. ശശിധരൻ പിള്ളൈ നാളെ പൊതുവേദി ഇല്ല എന്ന് പറയുന്നുണ്ട്. നോക്കാം, നമുക്ക് എന്തായാലും ചില പ്രേക്ഷകരുടെയൊക്കെ പ്രതികരണങ്ങൾ നമുക്ക് എടുക്കാം. നാളെയോ മറ്റന്നാളോ നമുക്ക് എടുക്കാമല്ലോ. അമൃത എന്നോട് പറയുന്നു നിയമം രാജീവ് ചന്ദ്രശേഖരനാണെന്നാണ്, അത് കൊടുത്ത് ഒരു ഡീൽ നടന്നെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ ശ്രീ രാജനാണ്, ബാംഗ്ലൂരിൽ. ശ്രീ രാജൻ നാട്ടിലെവിടെയുള്ള ആളാണ്? ബാംഗ്ലൂരിലാണ് കാരണമാണ്, പക്ഷേ നാട്ടിലെവിടെയാണ്? ഹലോ, ശ്രീ രാജൻ നാട്ടിലെവിടെയുള്ള ആളാ? ഞാൻ പറയുന്നില്ല, അത് പറയില്ല, രഹസ്യമായി. എന്താന്ന് വെച്ചാൽ നാട്ടില് ഞങ്ങളെ കുടുംബവും ഞങ്ങളെ ഫാമിലി എല്ലാം കമ്മ്യൂണിസ്റ്റ് ആണ്. അത് ശരി, കമ്മ്യൂണിസ്റ്റ് ആണ്. പക്ഷെ കേരളത്തിന്റെ ഇത് എനിക്ക് നോക്കുമ്പോ BJP വരുന്നാണ് എന്റെ ഇത്. അതെ, എന്റെ അഭിപ്രായം. ഓഹോ, അപ്പൊ എനിക്ക് അതുകൂടാതെ പിന്നെ 5 സ്റ്റേറ്റിലല്ലേ ഇത് നടന്നത്. അവിടെയും പിന്നെ BJP വരുന്ന എന്റെ ഊഹം. ശരി, അപ്പൊ ശ്രീ രാജൻ എന്നോട് നാട്ടിലെവിടെയോ സ്ഥലമൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ പറയുന്നു ശ്രീ രാജൻ പാലക്കാടുകാരനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റുണ്ടോ? അതെ അതെ, ഞാൻ കണ്ടുപിടിച്ചില്ലേ, അതാണ് എൻ്റെ മിടുക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്ത പ്രേക്ഷകരിലേക്ക് പോവാം. പാലക്കാടുകാരനാ എന്നോട് പറയാ നാട്ടിൽ എവിടെയാന്ന് പറയുന്നത്, എനിക്ക് ആ ഭാഷ കേട്ട അറിയില്ലേ. സുബൈർ നേരത്തെ എന്നോട് കണക്ക് പറഞ്ഞാണ് UDF തരംഗം വരുമെന്നാണ് പറയുന്നത്. സുബൈറേ നമസ്കാരം. സുബൈറിന്റെ ആ ആത്മവിശ്വാസം കണ്ട് ഞാനും പലരോടും UDF തരംഗം വരുമെന്നൊക്കെ പറഞ്ഞ് വെച്ചൊക്കെ വെച്ചിട്ടുണ്ട്. വന്നില്ലെങ്കിൽ ഞാൻ കൊടുക്കും. നമസ്കാരം. ഒരു 90 LDF, 48 LDF, 2 എണ്ണം വേണമെങ്കിൽ നമുക്ക് BJPക്ക് കൊടുക്കാം, വേണമെങ്കിൽ. 2 സീറ്റ് വേണമെങ്കിൽ കൊടുക്കാം, വേണമെങ്കിൽ കൊടുക്കാം. അത് LDF കൊടുക്കട്ടെ. നാളെ ഇതുപോലെ നേരത്തുണ്ടല്ലോ AK സെന്ററിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മോനെ സാറേ. ഞാൻ അതല്ല ആലോചിക്കും, ഞാൻ സുബൈറിന്റെ ആകാശം മുട്ടായി കൊണ്ടുള്ള ആറാട്ടായിരിക്കും അല്ലേ അവിടെ? അതിലിടുക മുട്ടായി ഒന്നും കൊടുക്കില്ല, ലഡു ജിലേബി ഒന്നുമില്ല. അത് ജയിക്കട്ടെ വന്നിട്ടല്ലേ. ശരി, ഓക്കെ, മാത്രം പോരല്ലോ, ഭരണം കിട്ടണ്ട, അല്ലാണ്ട് കാര്യമില്ലോ. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നോക്കാം നമുക്ക്. നാളെ കാണണ്ടോ, നാളെ മനങ്ങളല്ലേ ഉണ്ടാവുക. ശരി, ഓക്കെ. അപ്പൊ നമ്മുടെ അടുത്ത പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞെന്നാണ് എന്നോട് പ്രവീണ പറയുന്നത്. ഇനി പ്രേക്ഷകരെ എടുക്കരുതെന്ന് പറയുന്നു. സോറി പ്രവീണ, അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്ക് ഏതായാലും നമ്മുടെ പ്രേക്ഷകർ യൂട്യൂബിലിട്ട കമൻറ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. വാമനപുരത്തിൽ വലിയ അട്ടിമറി നടക്കുമെന്ന് എന്നോട് നവീൻ ബാബു പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം ഞാൻ യൂട്യൂബിൽ പ്രേക്ഷകർക്കൊപ്പം ചർച്ച ചെയ്തു. ഞാൻ ചോദിച്ചത് ഈ തരംഗമുണ്ട് എന്നത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ പൊതുവേദി പ്രേക്ഷകരിൽ കൂടുതൽ ആളുകളും പറയുന്നത് UDF തരംഗം സംസ്ഥാനത്ത് ഉണ്ട് എന്നാണ്. 77% ആളുകളാണ് സംസ്ഥാനത്ത് UDF തരംഗം എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അതാണോ വാസ്തവം എന്നറിയാൻ ഇനി അധിക സമയമില്ല, ഇനി അധിക മണിക്കൂറുകളില്ല, ഇനി വെറും മിനിറ്റുകളുടെ ഒരു കണക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് കാണാൻ കഴിയും ആര് ജയിക്കും, ആര് തോൽക്കും എന്നൊക്കെ, ആര് വീഴും, ആര് വാഴും എന്നൊക്കെ അറിയാൻ ഇനി അധിക സമയമില്ല. ഏതായാലും ഈ വോട്ടർമാർ ഒരു ചരിത്രം രചിക്കുകയാണ്. അതെന്താണെന്ന് രാവിലെ 6 മണി മുതൽ News 18-ൽ നോക്കിയാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. അപ്പം ഞാനുണ്ടാകും, നിങ്ങളുണ്ടാകണം. നാളെ 6 മണി മുതൽ നമുക്ക് കാണാം. ഇന്നത്തേക്ക് ഗുഡ് ബൈ. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും വിശകലനങ്ങളുമായി പൊതുവേദി എത്തും. ടാറ്റ, ബൈ ബൈ.